കയ്യിൽ എത്ര പണമുണ്ടായാലും ഒന്നിനും തികയുന്നില്ലേ? അക്കൗണ്ടിൽ വരുന്ന പണം മാസം 30 എത്തുമ്പോൾ എങ്ങോട്ടോ പോയി എന്നുള്ള ഒരു ഉത്കണ്ഠ ഉള്ളവർ അല്ലേ നമ്മൾക്കിടയിലുള്ളവരെല്ലാ പേരും. എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മണി മാനേജ്മെൻറ്റ് രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിന്നൊന്ന് ശ്രദ്ധിക്കാമല്ലോ. അതായത് കൂടുതൽ പൈസ ഉണ്ടാക്കിയാൽ മാത്രമല്ല നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അത് തെറ്റായ ധാരണയാണ്. ഉള്ള പൈസയിൽ നമ്മൾ കൂടുതൽ സന്തോഷമായിട്ട് സമാധാനത്തോടു കൂടി കഴിയാം എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മനസ്സിൻ്റെ സമ്മർദ്ദം കുറച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കാനാണ് നമ്മളെല്ലാ പേരും ആഗ്രഹിക്കുന്നത് അല്ലേ? അത് നിങ്ങളായിരുന്നാലും ഞാനായിരുന്നാലും എല്ലാം. അപ്പം മനോഹരമായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് മണി മാനേജ്മെൻറ്റുകൾ എന്താണ്? എല്ലാത്തിനും നമുക്ക് പൈസ അത്യാവശ്യമാണ്. പൈസ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അതിൽ വലിയ രീതിക്ക് ജീവിക്കുന്നവരുണ്ട്, ചെറിയ രീതിക്ക് ജീവിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരു ദിവസം ഏൺ ചെയ്യുന്ന പൈസ എത്രയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിൽ നിന്നുകൊണ്ട് എത്ര രൂപയാണ് നമ്മൾ ചിലവാക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. അതായത് നമുക്ക് വരുന്ന വരുമാനത്തിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സേവിങ്സിലോട്ട് മാറ്റുക. ബാക്കിയുള്ളത് നമ്മുടെ ചിലവുകൾക്ക് മാറ്റി എല്ലാം ഒന്ന് എഴുതി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഒരു ദിവസം നമ്മൾ 1000 രൂപയുടെ പണി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ 1000 രൂപയിൽ നിന്ന് എത്ര ചിലവാണ് നമ്മൾ ആക്കുന്നതെന്നുള്ളത് കണക്കെഴുതി വയ്ക്കുക. അങ്ങനെ 30 ദിവസം നമ്മൾ ചിലവാക്കി വയ്ക്കുമ്പോൾ നമ്മൾക്കറിയാൻ പറ്റും ഒരു മാസം എത്ര രൂപയാണ് നമ്മൾ ചിലവാക്കുന്നത് എന്നുള്ളത്. അത് ആവശ്യമുള്ളതിനാണോ നമ്മൾ ചിലവാക്കുന്നത്, അതേ ആവശ്യമില്ലാത്തതിനാണോ ചിലവാക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സാധനം വാങ്ങുന്നു എന്നുണ്ടെങ്കിലും അത് ആവശ്യത്തിന് മാത്രം ഉള്ളത് വാങ്ങുക. പിന്നെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ ഒരു ചെറിയ ഒരു ഹെയർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് ഐറ്റംസോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കിച്ചൺ ആക്സസറീസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഐറ്റം വാങ്ങാനാണ് നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. പക്ഷെ നമ്മളുടെ ആവശ്യം എന്താണ്? നമ്മൾക്ക് അതിൽ നിന്ന് ഒരു സ്പൂൺ സെറ്റായിരിക്കും വാങ്ങേണ്ടത്. പക്ഷെ നമ്മൾ ആദ്യം വാങ്ങുന്നത് അതായിരിക്കത്തില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത് അതിനെ 50% ഓഫർ അല്ലെങ്കിൽ 20% ഓഫർ. ആ ഓഫർ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള സാധനം മറന്നു പോകും. നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമ്മൾ ആദ്യം വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരു 200 രൂപയ്ക്ക് വാങ്ങാനുള്ള സാധനത്തിന് നമ്മൾ ചിലവഴിക്കുന്നത് 1000 രൂപയായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി നമ്മൾ ഓരോ മാസവും ചിലവഴിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് എക്സ്ട്രാ എക്സ്പെൻസാണ് വരുന്നത്. അപ്പം നമുക്ക് അവിടെ സേവിങ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ നമുക്ക് ഉള്ള നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ്, ഇപ്പോൾ ഒരു ഗ്യാസ് സ്റ്റൗ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു AC ആയിക്കോട്ടെ, എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എന്തായാലും മെയിൻ്റെനൻസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു മെയിൻ്റെനൻസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിന് ലൈഫ് കിട്ടും. നമ്മളിപ്പോൾ മേടിച്ചിട്ട് ചിലപ്പോൾ അത് കൂടുതൽ നാൾ നമ്മൾ യൂസ് ചെയ്ത് കാണത്തില്ല, കുറച്ച് നാൾ മാത്രമേ അത് യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ടെക്നീഷ്യനെ വിളിച്ച് നമ്മൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപയേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ അതൊന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് 25,000-30,000 രൂപ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും പൈസ ലാഭം വരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ ആണെങ്കിൽ പോലും അവരുടെ എഡ്യൂക്കേഷൻ എത്ര ഫീസാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി എഴുതി വയ്ക്കുക. ആ കൊടുക്കുന്ന ഓരോ പ്രാവശ്യവും ഫീസ് കൊടുക്കുന്നത് നോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കറിയാം ഒരു വർഷത്തേക്ക് ഇത്ര മാസം ഇത്ര ആയിട്ടാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു വിഹിതം മാറ്റി വയ്ക്കുക. അപ്പോൾ ഫീസ് 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഫീസ് അടയ്ക്കുന്നത്. ആ സമയത്ത് നമ്മളിങ്ങനെ കിടന്ന് ഓടേണ്ട ആവശ്യം വരത്തില്ല. എപ്പോഴും നമ്മൾ കിട്ടുന്ന ഓരോ ദിവസത്തെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് തന്നെ മാറ്റണം. അങ്ങനെ 30 ദിവസം നമുക്ക് എന്തിനൊക്കെ ചിലവാക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ഒരു ബോധ്യമുണ്ടാവും. ആ ബോധ്യം വെച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനോട് കൂടി നമ്മൾ പൈസ ഒന്ന് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ബുദ്ധിമുട്ട് സമയത്ത് നമുക്ക് ഓടേണ്ടി വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുതി വയ്ക്കുക, അന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വയ്ക്കുക.
അതിന് എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളതൊന്ന് എഴുതി വെക്കുക. ഒരു ദിവസം എത്ര രൂപ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 500 രൂപയായിരിക്കും ഉണ്ടായിരിക്കും, അന്നത്തെ ദിവസത്തെ ചിലവ് എന്ന് പറയുന്നത് 1000 രൂപയായിരിക്കും. പക്ഷേ അതൊന്ന് എഴുതി വെക്കുക, എന്തിനൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവഴിക്കരുത്, നമ്മുടെ പൈസയും ചിലവഴിക്കരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു നാച്ചുറലായിട്ടൊരു ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് തന്നെ എപ്പോഴും വേണ്ടി വരത്തില്ല. നമുക്ക് ഒരു വർഷത്തിൽ ഒരു ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകണം. ഇപ്പം നമ്മുടെ വരുമാനം ചെറുതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ പോയി വരാൻ പറ്റിയ നല്ല പ്രകൃതിരമണീയമായ ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും. അവിടെ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊന്ന് പോവുക, അറ്റ്ലീസ്റ്റ് ഒന്ന് ഫാമിലി ആയിട്ട് നിന്ന് വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുടുംബവും സന്തോഷമായിരിക്കും. ചെറിയ ഒരു എമൗണ്ടിൽ നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സുകൾക്കിടയിൽ നമ്മൾ ജീവിതം അഭിനയിച്ച് കാണിച്ചു കൊടുക്കരുത്. നമ്മൾ റിയലായിട്ട് നമ്മൾക്ക് വരുമാനം എത്രയാണോ ആ വരുമാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലാണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വില കൂടിയ കാറ് മേടിച്ചിടുക, അല്ലാന്നുണ്ടെങ്കിൽ വില കൂടിയ വീട് വയ്ക്കുക. ഈ EMIകളെല്ലാം നമ്മൾ തന്നെയല്ലേ അടയ്ക്കേണ്ടത്. അത് ഈ ഫ്രണ്ട്സോ ആരും അടയ്ക്കത്തില്ല. അവരുടെ വരുമാനം വലുതായതുകൊണ്ടാണ് അവർ വലുതായിട്ട് ജീവിക്കുന്നത്. നമ്മളുടെ വരുമാനം ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അത് പഠിക്കാത്ത സമയം വരെ നമുക്ക് മനസ്സമാധാനം ഒരിക്കലും ഉണ്ടാവത്തില്ല. അത് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന ആൾക്കാരെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഒരുപാട് വിഷമങ്ങളിലാണ് നമ്മൾ എന്ന് പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും പോവാതിരിക്കുക. നമ്മുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് സന്തോഷമായിട്ട് സമാധാനത്തോടു കൂടി നല്ല രീതിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.